ഇന്ന് നമുക്ക് നല്ല കടലക്കറി കൂട്ടിയിട്ട് ചോറുണ്ണാം. അപ്പോൾ അതിനുവേണ്ടി ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കടല വേവിച്ച് വെച്ച് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ കടലക്കറിയിൽ ഒതുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ലേറ്റായി കേട്ടോ. അപ്പോൾ വീട്ടിലധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കടലക്കറി ആവാം, കുഴപ്പമില്ല, കാരണം കടല മാത്രമേ ഉള്ളൂ, അത് പിന്നെ അതിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ നല്ല തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള ഒരു കടലക്കറി ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കടലക്കറി എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരിക, വീട്ടിൽ രാവിലെ അമ്മ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിന് കടലക്കറി ഉണ്ടാക്കി തരും. നല്ല ചൂട് പുട്ടിൽ നല്ല കടലക്കറി ഒഴിച്ച് കൂടെ ഒരു പഴം കൂടി ഉണ്ടെങ്കിൽ കേമായി. പിന്നെ അതേപോലെ തന്നെ വൈഫിൻ്റെ വീട്ടിൽ പോയാലും വൈഫിൻ്റെ വീട്ടിലും അമ്മ അടിപൊളിയായിട്ട് കടലക്കറി ഉണ്ടാക്കി തരും. പിന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി കടകളിൽ പോയി കഴിഞ്ഞാൽ കടകളിൽ നേരം വെളിച്ചായി പോകുമ്പോൾ നല്ല പുട്ടും കടലക്കറിയും നല്ല ഏത്തപ്പഴവും ഒന്നും പറയണ്ട. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ കടലക്കറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ എന്താ കൂട്ടി കഴിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ വൈഫ് പറഞ്ഞു. അപ്പോൾ ചമ്മന്തിയുടെ കൂട്ട് അവളുടെ സ്പെഷ്യലാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിൽ അതും കൂടി ഇൻവോൾവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മെയിൻ കടലക്കറി കാണാനാണല്ലോ നിങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കി കാണിച്ചു തരാം. കുറച്ച് സ്പീഡിൽ വീഡിയോ ഒന്ന് ഓടിച്ച് സെറ്റാക്കി, കാരണം കുറേ ലെങ്ത്തായിട്ട് ഉണ്ടാക്കിയോണ്ടേ കുറച്ച് അധികമായിപ്പോയി. പിന്നെ അതേപോലെ നല്ല ചെറിയുള്ളി വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് താളിച്ചൊഴിച്ചപ്പോൾ ആ സ്മെല്ലൊന്ന് അടിപൊളി, സൂപ്പറായി. കടലക്കറി ഇനി കഴിച്ചു നോക്കണല്ലോ, അതിന് ചോറ് വേണ്ടേ. അപ്പം നമുക്ക് ചോറ് വയ്ക്കാം. 2 ഗ്ലാസ് അരിയിട്ട് കുക്കറിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ചോറ് വെച്ച് സെറ്റാക്കി. അതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് ചോറെടുത്തിട്ട് കടലക്കറി ഒഴിച്ച് ചമ്മന്തി വെച്ച് പിന്നെ നാട്ടിൽ നിന്ന് നല്ല കടുമാങ്ങാച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്ത് നക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കൊരുത്തിരിപ്പുണ്ടാവും, അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്പെഷ്യലായിരുന്നു. അതും കൂട്ടി വെച്ച് 1.5 പിടി വെച്ചു. അതെന്ത് സംഭവം ഉണ്ടായിച്ച് കഴിഞ്ഞാലേ ചോറ് ഒരു തുള്ളി പോലും ബാക്കി വന്നില്ല. ഞാനുണ്ടാക്കിയ കടലക്കറി ആയതുകൊണ്ട് പറയല കേട്ടോ, സംഗതി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തമാശ പറഞ്ഞല്ല കേട്ടോ, സീരിയസ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചോറും ഒന്നിച്ച് ഞാനും വൈഫും മോളും ഉണ്ടായിരുന്നു. മോൾക്കും ഇഷ്ടമായി. മോൾക്ക് പക്ഷേ ഇത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് പിന്നെ അവൾക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ അധികം എരിവൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അവൾക്ക് കുറച്ച് കടലകൾ കഴുകിയിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ കടുമാങ്ങ അച്ചാറും ചോറും ചമ്മന്തിയും കൂട്ടി കഴിച്ചപ്പോൾ തന്നെ അടിപൊളിയായി. എന്നും ഈ നോൺ വെജ് കഴിച്ചിട്ടേ എല്ലാ ആഴ്ചയിലും ചിക്കൻ്റെ അതും അല്ലെങ്കിൽ അതും അങ്ങനെയൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്കൊരു വെജ് പിടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ കറിയുടെ വീഡിയോ ഞാൻ മറന്നിട്ടില്ല, അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ബായ്.